സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഒരു റെസിപ്പി യൂട്യൂബിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് അതെനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കും എന്തൊക്കെ വേണം. അതിനകത്ത് ഒരു ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്തൊക്കെ സാധനങ്ങൾ വേണം. അപ്പോൾ എന്താ അതിനകത്ത് മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മസാലപ്പൊടിക്കകത്ത് ഉള്ളത് കൊണ്ട്. പിന്നെന്താ വേണ്ടത്, സവോള വേണം, തക്കാളി വേണം, കുരുമുളക് പൊടി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം. ഇതിൻ്റെ എല്ലാം പേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതെല്ലാം എന്തോരം അളവിലാണ് വേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണെന്ന് വെച്ചാൽ കുറച്ച് സവാള കൂടുതൽ ഇടുന്ന അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ സവാള ഒരുപാട് വേണ്ട, എനിക്ക് ഇറച്ചിയാണ് കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത് എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഓരോരുത്തരുടെ